പകർച്ചവ്യാധികളുടെ ഒരു കാലം കൂടിയാണ്. ഈ എന്തുകൊണ്ടാണ് ഈ മഴക്കാലത്ത് ഇത്ര അധികം ഇങ്ങനെ പകർച്ചവ്യാധികൾ വരുന്നതെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ചുറ്റും മഴവെള്ളം കെട്ടി നിൽക്കുന്നതും കൊതുകുകളുടെയും എലികളുടെയും ഈച്ചകളുടെയൊക്കെ ശല്യങ്ങളും പിന്നെ ഈ വൈറസ്, ബാക്ടീരിയ എന്നിവയുടെ അവരുടെ പരക്കാനുള്ള ഒരു എളുപ്പവും കാരണമാണ് കൂടുതലായി നമ്മൾ ഈ സമയത്ത് രോഗങ്ങൾ കാണുന്നത്. അതുപോലെ നമ്മുടെ കുടിവെള്ളം മലിനമാകുന്ന അവസ്ഥ, ഭക്ഷണം മലിനമാകുന്ന ആ ഒരു അവസ്ഥയിലൂടെയാണ് ഈ രോഗങ്ങൾ ധാരാളമായിട്ട് പകരുന്നത്. മഴക്കാലത്ത് നമുക്ക് പ്രധാനമായിട്ടും കൊതുക് വഴി ഡെങ്കിപ്പനി. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ. ചിക്കൻ ഗുനിയ, സിക്ക വൈറസ് രോഗം, മലേറിയ എന്നുള്ള അസുഖങ്ങളാണ് കൂടുതലായിട്ടും കാണുന്നത്. അതുപോലെ എലിമൂത്രം വഴി എലിപ്പനി പകരുന്നു. പിന്നെ മലിനമായ ജലവും ഭക്ഷണവും വഴി നമുക്ക് ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ്, വയറിളക്കം, ഛർദി, കോളറ, പിന്നെ ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കേട്ട് ഷിഗല്ല എന്നുള്ള അസുഖങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വായുവിലൂടെ നമുക്ക് പകരുന്നതാണ് വൈറൽ പനി, ചുമ, ജലദോഷം, അഞ്ചാം പനി എന്നൊക്കെ എല്ലാമൊക്കെ. ഈ രോഗങ്ങൾ ഇങ്ങനെ പ്രത്യേകിച്ചും സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും അത് മറ്റുള്ളവരിലേക്ക് എത്തിയിട്ട് പിന്നെ മലിനമായ നമ്മളെ കൈകൾ കാരണം, മലിനമായ നമ്മളെ ഭക്ഷണം കാരണം, അതുപോലെ മലിനമായ ജലം ഉപയോഗിക്കുന്നത് കൊണ്ട്, പിന്നെ കൊതുക് കടി, എലിമൂത്രം തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടാണ് അസുഖങ്ങൾ കൂടുതലായിട്ട് പരക്കുന്നത്. ഈ സമയത്ത് നമ്മളെ കുട്ടികളെയും മുതിർന്നവരെ ആയാലും എങ്ങനെ ഈ രോഗങ്ങളിൽ നിന്ന് പ്രതിരോധ ശേഷി നേടാം എന്നുള്ളതാണ്. പ്രധാനമായിട്ടും സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകാൻ നമ്മളെ കുട്ടികളെ ശീലിപ്പിക്കുക. അതൊരു 20 സെക്കൻഡ് നേരത്തെങ്കിലും കൈകൾ വൃത്തിയായിട്ട് കഴുകാൻ നമ്മളവരെ ട്രെയിൻ ചെയ്തെടുക്കുക. പ്രത്യേകിച്ചും അവർ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നേ, ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം, അതുപോലെ രോഗികളായിട്ട് ഇടപഴകിയതിൻ്റെ ശേഷം, പിന്നെ അവർ വല്ല തുമ്മുകയോ ചുമക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൈലാഴുക അതിന് ശേഷം. അതുപോലെ നമ്മളൊക്കെ ആണെങ്കിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ മുന്നേയും കൈകൾ വൃത്തിയായിട്ട് കഴുകാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അവരിൽ ആവശ്യത്തിനുള്ള വെള്ളം അവർ കുടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പാക്കുക. മക്കളൊക്കെ കാര്യത്തിലാണെങ്കിൽ അവർ രാവിലെ എണീക്കുമ്പോൾ തന്നെ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിപ്പിക്കുക എന്നുള്ളൊരു ശീലം അവരിൽ കൊണ്ടുവരികയാണെങ്കിൽ അത് അവരുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ചൂടുള്ളതും ശുചിത്വമുള്ള ഭക്ഷണം കൊടുക്കുക. ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവർക്ക് പോഷകസമൃദ്ധമായ ആഹാരം കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഉറപ്പ് വരുത്തേണ്ടത്. അതായത് ഭക്ഷണത്തിൽ എല്ലാം ഉൾപ്പെടുത്താൻ നോക്കണം. പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും മിനറലും അങ്ങനെ എല്ലാം ഉൾപ്പെട്ട ഒരു ഭക്ഷണ രീതി ആക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായിട്ടും രോഗപ്രതിരോധ ശേഷി കിട്ടാൻ കുട്ടികൾക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ മുട്ട, പാല്, ഇറച്ചി, മീൻ ഇതൊക്കെ നമ്മൾ മക്കൾ കഴിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. അതുപോലെ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ഓറഞ്ച്, പേരക്ക, നെല്ലിക്ക, പപ്പായ, ക്യാപ്സിക്കം അതൊക്കെ കൂടുതലായിട്ട് കൊടുക്കുക. പിന്നെ വൈറ്റമിൻ എ ഉള്ളത് മീൻ, മത്ത, ക്യാരറ്റ്, ക്യാപ്സിക്കം, ലിവർ, മുട്ട അതൊക്കെ വൈറ്റമിൻ എ ഉള്ള സാധനങ്ങൾ. വൈറ്റമിൻ ഇ ഉള്ളത് കോക്കനട്ട് ഓയിൽ, ഒലീവ് ഓയിൽ, അതുപോലെ ബദാം, നട്ട്സുകളൊക്കെ, പീനട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ മക്കൾ കഴിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. പിന്നെ അയണുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് രക്തത്തിൻ്റെ അളവ് കൂടാനും രോഗപ്രതിരോധ ശേഷി കൂടാനൊക്കെ നമ്മളെ സഹായിക്കും. അത് കൂടുതലായിട്ടും ഇറച്ചി, മീൻ, ലിവറൊക്കെ നല്ല സോഴ്സാണ്. പിന്നെ പച്ചക്കറി ആണെങ്കിൽ ഇലക്കറികൾ, ഇലവർഗ്ഗങ്ങൾ കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ മക്കളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ പാല് നല്ലൊരു പോഷകാഹാരമാണ്. എല്ലാ ദിവസവും പാല് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ല. അതുപോലെ തന്നെ മുട്ട കംപ്ലീറ്റ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് മുട്ട. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ മക്കൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉറക്കം, ഒരു 8 മുതൽ 10 മണിക്കൂർ വരെയുള്ള ഒരു ഉറക്കം അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. പിന്നെ നമ്മൾ
നമ്മളെ ചുറ്റുപാടിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ കൊതുകിൻ്റെ നിയന്ത്രണം, നമ്മളെ വീടും പരിസരമൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക, വെള്ളം കെട്ടിക്കാതെ നോക്കുക. ഇങ്ങനെ പാത്രങ്ങളിലും പൊട്ടിയ ടയർ ചട്ടിയിലൊക്കെ വെള്ളം ഉണ്ടാവുന്നത് നമ്മൾ ആഴ്ചയിലൊരിക്കൽ ഒഴിച്ച് കളയുക. ഡ്രൈ ഡേ ആചരിക്കുക. നമ്മൾ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ വീക്കിലും അവർക്കും അതൊരു ഇൻട്രസ്റ്റ് ആയിട്ട് അവരും ഫോളോ ചെയ്യാൻ തുടങ്ങും. പിന്നെ നമ്മൾ അതുപോലെ എലികളുടെ ശല്യം നിയന്ത്രിക്കുക, ഈച്ച, അതൊക്കെ. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കൊടുക്കുക, ഭക്ഷണം ചൂടോടെ കൊടുക്കുക, പഴകിയതായ സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ കേടാവുണ്ടോന്ന് മഴക്കാലമാകുമ്പോൾ പെട്ടെന്ന് നാശമാവുമല്ലോ, ഫംഗൽ ഇൻഫെക്ഷനൊക്കെ പെട്ടെന്ന് വരുന്ന കാരണം പഴകിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നേ കൈ കഴുകേണ്ടതെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ കൈകൾ വൃത്തിയായി കഴുകുക. പിന്നെ ഈ സമയത്ത് നമുക്ക് അറിയാം ഏറ്റവും കൂടുതലായിട്ട് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തൊരു സമയമാണ്. ഷിഗല്ല വൈറസ് എന്ന് പറഞ്ഞാൽ വയറിളക്കമാണ് കുട്ടികൾക്ക്. അത് മലിനമായ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയാണ് അത് കുട്ടികളിലും മുതിർന്നവരിലൊക്കെ എത്തുന്നത്. അതിൽ വല്ലാത്ത വയറിളക്കം, രക്തത്തോട് കൂടിയിട്ട് തന്നെ വയറ്റിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥ വരെ എത്താം. ഭയങ്കരമായിട്ട് നിർജ്ജലീകരണം വരും. അങ്ങനെ ഒരു സിവിയറിറ്റി വരുമ്പോഴാണ് കുട്ടികൾക്ക് ഒക്കെ മരണം വരെ സംഭവിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ആവശ്യമായ ചികിത്സകൾ ആ സമയത്ത് നേടുക. അതിനെക്കാട്ടിയും നമ്മൾ ആ ഫുഡ് മലിനമായ ഭക്ഷണമോ വെള്ളമോ ഒന്നും നമ്മളെ മക്കളിലേക്ക് എത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പനി വന്നാൽ ജസ്റ്റ് പനിക്കണം എന്നില്ല, അത് ജസ്റ്റ് തുടങ്ങി ചുമയോ ജലദോഷമൊക്കെ തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ വയറിളക്കൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ സ്കൂളിലൊന്നും പറഞ്ഞയക്കാതിരിക്കുക. കാരണം മറ്റുള്ള കുട്ടികളിലേക്കും കൂടി പെട്ടെന്നുള്ള ഒരു സ്പ്രെഡ് വരും. പിന്നെ അവർ പനിയൊക്കെ ആണെങ്കിൽ തന്നെ നന്നായിട്ട് വെള്ളം കുടിപ്പിക്കുക, അവർക്ക് ആവശ്യത്തിനുള്ള വിശ്രമം നൽകുക, പോഷകാഹാരങ്ങൾ നൽകുക. നമ്മൾ സ്വയം ഒരു മരുന്ന് കൊടുക്കാതെ ഒരു ഡോക്ടറുടെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് തന്നെ. നമ്മൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് ഈ സമയത്ത് പ്രതിരോധ മരുന്നുകൾ കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു ഹോമിയോപ്പതിയാണ്, ഹോമിയോയിൽ ഞങ്ങൾ അങ്ങനെ മെഡിസിൻ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതിരോധ വാക്സിനുകൾ എടുക്കുക. ഫ്ലൂ വാക്സിനൊക്കെ ഈ സീസണിൻ്റെ മുന്നായിട്ട് എടുക്കുന്നവരൊക്കെ ഉണ്ട്. അത് കുറേയും കൂടി അവരൊക്കെ ഒരു ഇതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ വ്യക്തി ശുചിത്വം പാലിക്കുക. കുട്ടികളാണെങ്കിൽ അവരെ നമ്മളത് പ്രോപ്പറായിട്ട് അത് പഠിപ്പിച്ചു കൊടുക്കുക. വീടും പരിസരമൊക്കെ വൃത്തിയാക്കുക. മഴവെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കാതിരിക്കുക. പിന്നെ രോഗലക്ഷണങ്ങൾ കണ്ടാൽ തന്നെ ആ ലക്ഷണങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഈ മഴക്കാലത്ത് നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ പ്രോപ്പറായിട്ട് എടുക്കേണ്ട 5 കാര്യങ്ങളാണ്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം എടുക്കുക, പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുക, കൊതുക് അങ്ങനെയുള്ള ഈച്ച ഇതിനൊക്കെ തടയുക, വെള്ളക്കെട്ടുകളിൽ കുട്ടികളെ കളിക്കാൻ അനുവദിക്കാതിരിക്കുക, രോഗലക്ഷണങ്ങൾ കണ്ടാൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഈ രോഗങ്ങളൊക്കെ വന്നിട്ട് ചികിത്സിക്കുന്നതിനെക്കാട്ടിയൊക്കെ ഏറ്റവും നല്ലത് രോഗം വരാതെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഹോമിയോ മരുന്നുകളും മറ്റ് മരുന്നുകളൊക്കെ നമുക്ക് അതിന് പ്രതിരോധ മരുന്നുകൾ അവൈലബിളാണ്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താം. കുട്ടികളിലെ കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ ലേസ്റ്റ് വിടേണ്ട, അവരെയും കൂടി പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. താങ്ക് യു. അസ്സലാമു അലൈക്കും. വെറും ഒരു ജോബ് അല്ല, ലോകം മുഴുവൻ കരിയർ സാധ്യതയുള്ള ജോബ് ആഗ്രഹിക്കുന്നുണ്ടോ? സ്കൈ ഈസ് നോട്ട് ദ ലിമിറ്റ്. അത് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെങ്കിൽ ഏവിയേഷൻ മേഖലയിൽ മികച്ച ജോലി, അട്രാക്റ്റീവ് സാലറി, ഗ്ലോബൽ അവസരങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്കിനി സ്വന്തമാക്കാം. 11 വർഷത്തെ വിശ്വാസത്തോടെ 500-ലധികം വിദ്യാർത്ഥികളെ ഇന്ത്യയിലും വിദേശത്തും പ്ലേസ്മെന്റ് നേടിയ ഗ്ലോബൽ അക്കാദമി ഇപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ റീഡിഫൈൻ ചെയ്യാൻ തയ്യാറാണ്. 1 വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സ്, 3 വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി പ്രോഗ്രാം, ഇതെല്ലാം ഏറ്റവും അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ. സെൻട്രൽ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കരിയറിന് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നൽകുന്നു. പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ്, ഇൻഡസ്ട്രി ഫോക്കസ്ഡ് പ്രാക്ടിക്കൽ സെഷൻസ്, കൂടാതെ മലേഷ്യ ഉൾപ്പെടെയുള്ള ഇന്റർനാഷണൽ എക്സ്പോഷർ ട്രിപ്സും പിന്നെ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും ഉറപ്പു നൽകുന്നു. അല്ലെങ്കിൽ 30,000 രൂപ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് കിട്ടും. പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻസ് തുടരുന്നു. ഞങ്ങളുടെ ബ്രാഞ്ചസ് വരുന്നത് തിരൂർ, വളാഞ്ചേരി, ചെമ്മാട്, എടപ്പാളാണ്. ഇന്ന് തന്നെ കോൾ ചെയ്യൂ, നിങ്ങളുടെ കരിയർ ടേക്ക് ഓഫ് ആക്കും. കോൺടാക്ട് 8075 764 120 7902 638 001.